അദ്ദേഹത്തെ ആദരപൂർവ്വം സാറിന്റെ ബിഗ് സല്യൂട്ട് സാറിന് ഈ വാക്കുകൾക്ക്. അത് ഉൾക്കൊള്ളുന്ന എല്ലാ സാഹിത്യകാരന്മാരും സമൂഹത്തിന് വേണ്ടി വേണം എഴുതേണ്ടത്. നമുക്ക് വേണ്ടി ആദ്യം നമ്മൾ അധ്യാപികയായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. തിരുവനന്തപുരം DPയിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പദവിയിൽ നിന്ന് വിരമിച്ചു. മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡും മികച്ച വിദ്യാഭ്യാസ ഓഫീസർക്കുള്ള നാഷണൽ അവാർഡും ലഭിച്ചിരുന്നു. ശ്രീമതി ഇന്ദിരാ ചന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. കവി P. കുഞ്ഞിരാമൻ നായർ സംസ്ഥാന പുരസ്കാരം ഡോക്ടർ JP അബ്ദുൾ ശ്രീ ബിജു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനിയൻകുട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കഥകളി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഒരു ചെറിയ ലോകത്തിൽ നിന്നുകൊണ്ട് ഒരു ചോദ്യം, ഒരു ചെറിയൊരു വ്യക്തമായി ഏതൊരു വ്യക്തിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ സംസാരിച്ച് നമ്മളെ ബോറടിപ്പിക്കാതെ തന്നെ സന്തോഷമായി അദ്ദേഹം ശ്രീമതി ഉഷ നന്ദകുമാർ, സതീഷ് കാക്കാരത്ത്, അടുത്തത് ഉഷ നന്ദകുമാർ. പുലരി എന്ന പേരിലാണ് എഴുതുന്നത്. അടുത്തത് രവീന്ദ്രനാഥ്. അടുത്ത ജെസ്സി ചാക്കോ. ജെസ്സി ചാക്കോ. അടുത്തത് നമ്മുടെ മോമന്റോ രൂപകൽപ്പന ചെയ്ത ശ്രീ സജിത് നന്ദൻ. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകട്ടെ. എന്റെ ഓർമ്മകളൊക്കെ നേരത്തെ പറഞ്ഞ് അയവിറക്കിയ വ്യക്തിത്വമാണ് കുഞ്ഞുമോൾസി. ജീവകാരുണ്യ പ്രവർത്തകൻ, മലയാള സാഹിത്യ പ്രസ്ഥാനത്തിന് നൽകിയ മഹത് വ്യക്തിത്വമാണ് ശ്രീമതി രമ സജീവൻ. ശ്രീലക്ഷ്മി ശ്രീകുമാർ. ഡോക്ടർ സാജു ഇടച്ചേരി. നിർമ്മല്യം തൊഴുതിടുവാൻ സമയമായി കർമ്മപ്രഭാവത്തവിൽ ധർമ്മം തട്ടിയുണർത്തിടുന്നുണരുവിൽ യാമത്തിനാരംഭമായി രമ്യം മഞ്ഞുളമാല ചേർന്ന ഗുരുവായൂരപ്പരൂപ മനോകർമ്മ്യത്തിൽ കുടിവയ്ക്കുവിൽ ഹരിപദ പ്രാപ്തി കരറിഞ്ഞ ഒരു വ്യക്തിയാണ്. ഇപ്പോ ശരീരത്തിന്റെ അകത്തുള്ളത് കൃത്രിമ അവയവങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നാലും വാർദ്ധക്യം ബാധിച്ചിട്ടുള്ളൂ. എന്റെ
മനസ്സിനെ ഒരിക്കലും വാർദ്ധക്യം ബാധിച്ചിട്ടില്ല. തെളിവുകളുണ്ട്. ഇനിയും ജീവിക്കാൻ സാറ് മലയാളത്തിന് ആവശ്യമാണ്. എന്താ തുന്നുന്നുണ്ട്? സിനി ശ്യാം ഒട്ടനവധി മനോഹരമായ കവിതകൾ മലയാള മലയാള സാഹിത്യ പ്രസ്ഥാനത്തിൽ നൽകിയ ശ്രീമതി സിനി ശ്യാമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും.